ജഗദീപ് ധൻഖറിന് ശേഷം ആരാകണം ഉപരാഷ്ട്രപതി? ചോദ്യങ്ങൾ ഒരുപാട് ദിവസങ്ങളായി ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് ബി ജെ പിക്കിടയിലും മറ്റ് പാർട്ടിക്കാർക്കിടയിലും. അതായത് ധൻഖറിന് ശേഷം തരൂർ ഉപരാഷ്ട്രപതിയാകുമോ, ആരിഫ് മുഹമ്മദ് ഖാൻ ഉപരാഷ്ട്രപതിയാകുമോ, അങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുപാടാണ്. ഇതിനുള്ള ഉത്തരം ഇതുവരെ ബി ജെ പി തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും തരൂർ ഉപരാഷ്ട്രപതിയായാൽ തിരുവനന്തപുരത്ത് വീണ്ടും ഒരു മത്സരം നടക്കുമോ, അവിടേക്ക് എം പി ആയി രാജീവ് ചന്ദ്രശേഖർ വരുമോ, ഇതൊക്കെ വലിയ ചോദ്യങ്ങളായി നിലനിൽക്കുകയാണ്. എന്തായാലും ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ കഴിഞ്ഞ മാസം രാജിവെച്ചതിനെ തുടർന്ന് രാജ്യത്ത് പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാകണം ധൻഖറിന്റെ പിൻഗാമി എന്ന കാര്യത്തിൽ സർക്കാരിനുള്ളിൽ ചർച്ച തുടരുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ, JDU MP ഹരിവംശ് നാരായൺ സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം ഉറപ്പിക്കാനാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം MPയുമായ ശശി തരൂരിനോടും ഉപരാഷ്ട്രപതിയായി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ BJPയുടെ നേതാക്കൾക്കാണ് കൂടുതൽ സാധ്യത. രാജ്യസഭയിൽ പാർട്ടി നിലപാടുകൾ ഉയർത്തിക്കാട്ടുന്ന ഉപരാഷ്ട്രപതി വേണമെന്ന നിലപാടിലാണ് BJP. ഈ മാസം 7-നാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുക. അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. അന്ന് തന്നെ ഫലം പ്രഖ്യാപിക്കും. ഈ മാസം 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 22-ന് സൂക്ഷ്മ പരിശോധന. 25-നാണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം. 7-ന് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങും. പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ 21-ന് ചിത്രം വ്യക്തമാകും. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ ഈ പദവിയിൽ പരിഗണിക്കുന്നുണ്ട്. BJP ദേശീയ അധ്യക്ഷനെയും BJP ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഇത്രയും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയിൽ ഇതൊക്കെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം ആരാകണം എന്നതിൽ പ്രതിഫലിക്കും. നേരത്തെ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പദവിയോട് തരൂരിന് താല്പര്യമില്ലെന്നാണ് സൂചന. ഉപരാഷ്ട്രപതിയെ നിശ്ചയിച്ച ശേഷം കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും സാധ്യതയുണ്ട്. രാഷ്ട്രപതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉയർന്ന ഭരണഘടനാ പദവിയും രാഷ്ട്രപതിയുടെ പിന്തുടർച്ചാവകാശത്തിൽ ആദ്യത്തേതുമാണ് ഉപരാഷ്ട്രപതിയുടെ ഓഫീസ്. അതുകൊണ്ട് തന്നെ ഈ പദവിക്ക് ഏറെ പ്രാധാന്യമാണുള്ളത്. രാജ്യസഭയെ നിയന്ത്രിക്കുന്നതും ഉപരാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യസഭ നടത്തിപ്പിൽ വലിയ റോളാണ് ഉപരാഷ്ട്രപതിക്കുള്ളത്. ഇതുകൂടി മനസ്സിൽ വച്ചാണ് BJPക്കാരനെ ഉപരാഷ്ട്രപതിയാക്കുവാനുള്ള സാധ്യത. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് കാരണം കേന്ദ്ര സർക്കാരുമായുള്ള ഭിന്നതയെന്ന അഭ്യൂഹം ശക്തമാകുന്നുണ്ട്. ഡൽഹിയിലെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ഉപരാഷ്ട്രപതിയും രണ്ട് ധ്രുവങ്ങളിലായതാണ് ഭിന്നത രൂക്ഷമാക്കിയത് എന്നാണ് വിവരം. ഇംപീച്ച്മെന്റ് നടപടികൾക്ക് മുൻകൈ എടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയെ അറിയിച്ചിരുന്നു. ഇതിനിടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രമേയം ധൻഖർ സ്വീകരിക്കുകയായിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയെന്നും സൂചനകളുണ്ട്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം MPയുമായ ശശി തരൂരിനെ ഉപരാഷ്ട്രപതി ആക്കുവാനുള്ള ചർച്ചകൾ BJP കേന്ദ്ര നേതൃത്വത്തിൽ സജീവമാണ്. നരേന്ദ്രമോദിയുമായി അടുത്തു നിൽക്കുന്ന തരൂരിൻ്റെ പല നിലപാടുകളും കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി നിൽക്കുമ്പോഴാണ് BJPയുടെ പുതിയ നീക്കം. തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ ഒഴിവു വരുന്ന തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാമെന്നും BJP നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേരും BJP പരിഗണിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിൽ നിന്ന് ഏറ്റെടുക്കാം എന്നതാണ് BJPയുടെ ലക്ഷ്യം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 66(1) ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത്. ലോക്സഭകളിലെയും രാജ്യസഭകളിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനായി വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. രഹസ്യ ബാലറ്റിലൂടെയും വോട്ടെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രസിഡന്റിന് സമാനമാണെങ്കിലും ഇലക്ടറൽ കോളേജ് വ്യത്യാസമാണ്. രാഷ്ട്രപതിയെ കണ്ടെത്താൻ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾക്ക് വോട്ടവകാശമുണ്ടെങ്കിലും ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ MPമാർക്ക് മാത്രമാണ് പരിഗണന. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഇലക്ടറൽ കോളേജിന്റെ ഭാഗമല്ല. ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾക്ക് പാർട്ടി വിപ്പും ബാധകമല്ല. അതായത് ആർക്ക് വേണമെങ്കിലും ആർക്കും വോട്ട് ചെയ്യാം. പ്രതിപക്ഷ നിരയിൽ നിന്ന് വോട്ട് പുലർത്താനും BJP ശ്രമമുണ്ട്. ഒഴിവുകളുള്ള സീറ്റുകൾ മാറ്റി നിർത്തിയാൽ നിലവിൽ ഇരു സഭകളുടെയും ആകെ ശേഷി 786 ആണ്. പശ്ചിമ ബംഗാളിലെ ബസീർഹട്ടാണ് ലോക്സഭയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഏക സീറ്റ്.
ജമ്മു കശ്മീരിലെ 5 പഞ്ചാബിലെ 1 അടക്കം രാജ്യസഭയിൽ 6 സീറ്റുകളിലും ഒഴിഞ്ഞുകിടപ്പുണ്ട്. നിലവിലെ അംഗബലമനുസരിച്ച് NDAക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയും. സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ 394 വോട്ടുകൾ ആവശ്യമാണ്. ലോക്സഭയിൽ ഭരണകക്ഷിക്ക് 293, രാജ്യസഭയിൽ 129 അംഗങ്ങൾ, ആകെ 422 NDAക്കുണ്ട്. ഇന്ത്യൻ പൗരനായിരിക്കണം മത്സരിക്കേണ്ട വ്യക്തി എന്നതാണ് ഉപരാഷ്ട്രപതിയുടെ മാനദണ്ഡം. 35 വയസ്സ് തികയണം. രാജ്യസഭാ അംഗമായിരിക്കണം. ലാഭകരമായ പദവിയും വഹിക്കരുത്. നാമനിർദ്ദേശ പത്രിക കുറഞ്ഞത് 20 വോട്ടർമാർ നിർദ്ദേശകന്മാരായും 20 വോട്ടർമാർ പിന്തുണക്കാരായും വേണം എന്നിങ്ങനെയാണ് മത്സരിക്കുവാനുള്ള നിബന്ധന. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷം കാലാവധി വഹിക്കുന്നുണ്ടെങ്കിലും കാലാവധി അവസാനിച്ച ശേഷവും പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതുവരെ ഉപരാഷ്ട്രപതിക്ക് ആ പദവിയിൽ തുടരാം. ഒരു വ്യക്തിക്ക് ഉപരാഷ്ട്രപതിയായി എത്ര തവണയും പ്രവർത്തിക്കാം. അതിനാൽ ഒരു മുൻ ഉപരാഷ്ട്രപതിക്ക് വീണ്ടും മത്സരിക്കാനാവുന്നതാണ്. നിർദ്ദിഷ്ട പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവർക്ക് ഒന്നിലധികം തവണ സേവനമനുഷ്ഠിക്കാം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ ഹാബിദ് അൻസാരി എന്നിവർ തുടർച്ചയായി 2 തവണ അധികാരത്തിലേറ്റിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. അല്ലെങ്കിൽ ഇത് കൃത്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അതായത് ഉപരാഷ്ട്രപതി ആരായിരിക്കണം എന്നുള്ള ചർച്ചയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയരുന്നത്. ജഗദീപ് ധൻഖർ സർക്കാരുമായി ചില ഇടച്ചിലുകൾ ഉണ്ടായി. അതായത് നോട്ടുകെട്ടുകൾ കെട്ടിപ്പിടിക്കപ്പെട്ട ജസ്റ്റിസ് യശ്വന്ത് ശർമ്മയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഉപരാഷ്ട്രപതി പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾ കേട്ടു എന്നുള്ളതാണ് ഭരണപക്ഷത്തെ, അതായത് ഇപ്പോൾ ഭരിക്കുന്ന NDA ചൊടിപ്പിച്ചത്. അതിനുള്ള ചില തർക്കങ്ങളാണ്. പെട്ടെന്ന് തന്നെ തൻ്റെ ആരോഗ്യം മോശമായതുകൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീപ് ധൻഖർ ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞത്. പിന്നെ അതിലേക്ക് തരൂറിനെ കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള ചില വാദങ്ങൾ ഉണ്ടായിരുന്നു. ആ വാദങ്ങളൊക്കെ ഇപ്പോൾ മാറി. അതായത് തരൂർ മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചു. ഇനി ആർക്കൊക്കെയാണ് സാധ്യത? JP നദ്ദ അടക്കമുള്ളവർക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല BJP ദേശീയ അധ്യക്ഷനെയും തിരഞ്ഞെടുക്കപ്പെട്ടില്ല. നിലവിൽ JP നദ്ദയാണ് ദേശീയ അധ്യക്ഷൻ. അപ്പോൾ ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്നതാണ് BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർക്ക് തമിഴ്നാട്ടിലെ തന്നെ ആന്ധ്രാപ്രദേശിലെ തമിഴ്നാട്ടിലെ ചില വനിതകൾക്കുമൊക്കെ BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില വനിതകൾക്കുമൊക്കെ അവസരം നൽകണം എന്നുള്ള ചില കാര്യങ്ങൾ BJPക്ക് അകത്തുനിന്ന് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഉപരാഷ്ട്രപതി ചർച്ച വളരെ കാലമായി BJPയിൽ തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ജഗദീപ് ധൻഖർ രാജിവെച്ചതിന് ശേഷം തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ പേരിൽ തരൂരും കോൺഗ്രസും തമ്മിൽ വരെ അകലമുണ്ടായി. നേരത്തെ തന്നെ തരൂർ BJPയെ വലിയ രീതിയിൽ പൊഴുത്തിക്കൊണ്ടും കോൺഗ്രസിനെതിരെ കൃത്യമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടൊക്കെ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ തരൂർ ഈ മത്സരത്തിൽ നിന്ന് പിന്നോട്ട് മാറുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അടുത്താരാണ് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിൽപ്പുണ്ട്. അതിന് കൃത്യമായ ഒരാളെ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യുമെന്ന് BJP കൃത്യമായി മറുപടി നൽകുന്നുമുണ്ട്.